നടത്തുന്നതിൽ മഹാഗഠബന്ധന് കുറച്ചുകൂടി പരിശ്രമിക്കാമായിരുന്നു. ഈ കൊച്ചു കൊച്ചു കക്ഷികളെയൊക്കെ വോട്ട് ചിതറിക്കാതെ അതോടൊപ്പം കഴിയുമെങ്കിൽ ജനസൂരജിനെ കൂടെ കൊണ്ടുവരികയും അങ്ങനെ ഭരണകക്ഷിക്കെതിരായ ഒരു കോമൺ ഒരു അംബ്രല അലയൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ മഹാഗഠബന്ധന് കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. ഇപ്പോൾ GDA തന്നെ മറ്റൊരു അലയൻസ് കൂടി ഉണ്ടായിരുന്നുവല്ലോ, GDA എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് അലയൻസ്. അതിൽ തന്നെ മജ്ലിസ് പാർട്ടി ഉണ്ട്, AIMIM ഉണ്ട്, RLJP ഉണ്ട്. അവർ 25 സീറ്റിൽ മത്സരിക്കുന്നു. AJP, ASP ഇവരൊക്കെ മത്സരിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ന കോളത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതും ഒരു വലിയ ഘടകമായിട്ട് മാറുമല്ലോ. ചെറു പാർട്ടികൾക്ക് ചിലപ്പോൾ ഒരു 8 സീറ്റ് 9 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നാണല്ലോ കിരൺ. മഞ്ജുഷ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിനെ സംബന്ധിച്ച് വികസനമൊക്കെ പുറമേക്ക് പറയുമ്പോഴും ജാതി രാഷ്ട്രീയം ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനം തന്നെയാണ് ബീഹാർ. 2005 എങ്ങനെയാണ് സ്ഥിരമായി ലാലു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇടയ്ക്ക് ലാലു ജയിലിൽ പോയപ്പോൾ പോലും ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ബീഹാറിൻ്റെ ഭരണം തുടരാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ നേതാവായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്ന് ഓർക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് 2005 നിതീഷ് കുമാർ അധികാരം പിടിക്കുന്നത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സാണ്. അന്ന് ലാലുവിനുണ്ടായിരുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഈ പിന്നാക്ക OBC വോട്ടുകൾ പ്ലസ് മുസ്ലിം വോട്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ. OBC പ്ലസ് മുസ്ലിം വോട്ട് ബാങ്ക് കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുന്ന നിർണായകമായ എണ്ണം അവിടെ ബീഹാറിൻ്റെ വോട്ടിംഗ് കണക്ക് നോക്കുമ്പോഴുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നാക്ക വിഭാഗം OBCയിൽ തന്നെ പിന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ട്. എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന OBC, അതിൽ എക്സ്ട്രീംലി ബാക്ക്വേർഡായ മുസ്ലിങ്ങളുണ്ട്, എക്സ്ട്രീംലി ബാക്ക്വേർഡായ ദളിത് വിഭാഗങ്ങളുണ്ട്. ഈ ദളിത് വിഭാഗത്തിലായാലും OBC വിഭാഗത്തിലായാലും മുസ്ലിം വിഭാഗത്തിലായാലും കേരളത്തിലെ പോലെയല്ല, അതിൽ തന്നെ പല തട്ടുകളായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ട്. ഈ പിന്നാക്കം നിൽക്കുന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡായ ആളുകളെ, അങ്ങനത്തെ കാസ്റ്റുകളെ, ഏകദേശം 113ഓളം കാസ്റ്റുകളെയാണ് ഒരുമിച്ച് കൊണ്ടുവന്നത് നിതീഷ് കുമാർ. അങ്ങനെ കൊണ്ടുവന്ന ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 82 ജാതി വിഭാഗങ്ങളെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 31 വിഭാഗം മുസ്ലിങ്ങൾ. എല്ലാ മുസ്ലിങ്ങളും ഒരേ തരം മുസ്ലിങ്ങളല്ല, അവിടെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ദളിത് വിഭാഗമായി പരിഗണിക്കപ്പെടുന്ന സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന നിരവധി മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ വോട്ട് ബാങ്കിനെ നിർത്തിക്കൊണ്ടാണ് ലാലു പ്രസാദ് യാദവിൻ്റെ OBC വോട്ട് ബാങ്കിന്. എന്നിട്ട് പിന്നീട് അവർ ചെയ്തത് പ്രധാനമായും യാദവ ഒഴികെയുള്ള OBC വോട്ട് ബാങ്കിനെ കൂടി അവർ ഈ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം 36% വോട്ട് ബാങ്ക് ഇതിൽ നിന്ന് മാത്രം വന്നു. പ്ലസ് BJPയുടെ വോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബ്രാഹ്മൺ വിഭാഗത്തിൻ്റെ വോട്ട് വരും. അതോടെ തന്നെ അപ്പർ കാസ്റ്റിൻ്റെ ഭൂമികാർ വിഭാഗത്തിൻ്റെ വോട്ട് വരും. അങ്ങനെ ഈ അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന വോട്ടിംഗ് പാറ്റേണിൽ BJPക്ക് വലിയ തോതിലുള്ള ഒരു പങ്കുണ്ട്. രജുപുത്തിൻ്റെ വോട്ട്, കായസ്ഥയുടെ വോട്ട്, അങ്ങനെയൊക്കെയുള്ള വരുന്ന വോട്ടിംഗ് പാറ്റേണിൽ BJPക്കുള്ളൊരു വലിയ പങ്ക്. അപ്പോൾ അപ്പർ കാസ്റ്റ് വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കുന്നു, OBC വിഭാഗത്തിൽ താഴെത്തട്ടിൻ്റെ വോട്ട് ലഭിക്കുന്നു, SC/ST വിഭാഗത്തിൽ താഴെത്തട്ടിൻ്റെ വോട്ട് ലഭിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നിതീഷ് കുമാറിൻ്റെ ഫലപ്രദമായ ഈ എക്സ്ട്രീംലി ബാക്ക്വേർഡ് പൊളിറ്റിക്സ്, അങ്ങനെ EBC പൊളിറ്റിക്സ് അവിടെ വിജയിക്കുകയും ഇപ്പോഴും അത് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിൽ നിന്നാണ് ചെറിയൊരു വിഭാഗമൊക്കെ രാംവിലാസ് പാസ്വാൻ പാർട്ടി ഉള്ളപ്പോൾ ദളിത് വിഭാഗത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാംവിലാസ് പാസ്വാൻ ആയിരുന്നു ഒരു കാലത്ത്. പിന്നീട് പാസ്വാൻ ആ ശേഷിയൊക്കെ പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോഴും പാസ്വാൻ വിഭാഗത്തിൻ്റെയൊക്കെ ഏകദേശം 3% വരുന്ന ആ വിഭാഗത്തിൻ്റെയൊക്കെ പിന്തുണ ഇപ്പോഴും രാംവിലാസ് പാസ്വാനുണ്ട്. നിതിൻ റാം മാഞ്ചി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി നിതിൻ റാം മാഞ്ചി മാറുമ്പോൾ നിതിൻ റാം മാഞ്ചിക്ക് ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മുസഹർ ദളിത് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന അവർക്കും ഏകദേശം 3% വോട്ടുള്ള പാർട്ടിയാണ്. ഈ 3% വോട്ടെന്നൊക്കെ പറയുമ്പോൾ പല സ്ഥലത്തും ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ടാണ് ഇത്തരം പാർട്ടികളെല്ലാം തന്നെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പറ്റിപ്പോയത് നേരത്തെ ഗോകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ എനിക്ക് തോന്നുന്നു പറ്റിപ്പോയ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തരത്തിലേക്കാണ് ഫലം വരുന്നതെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്ന വോട്ടിൽ ജൻസുരാജ് പാർട്ടി ഈ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി യുവാക്കളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്, സ്ത്രീകളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ബീഹാർ മറ്റു വിഷയങ്ങളൊക്കെ പഴയവരും ജാതി നോക്കി മതം നോക്കി ഇതൊക്കെ വോട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തൊഴിൽ വേണ്ടേ, മികച്ച വിദ്യാഭ്യാസം വേണ്ടേ, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ സംസ്ഥാനങ്ങളൊക്കെ ഉള്ളതുപോലെ വികസനം വേണ്ടേ. മോദി വന്ന് ബീഹാറിൻ്റെ വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഗുജറാത്തിന് എന്തു നൽകി, ബീഹാറിന് എന്തു നൽകിയെന്ന ചോദ്യം ഉയർത്തുന്നത് തേജസ്വി യാദവ് ആണെങ്കിലും ആ ചോദ്യത്തിനൊരു ഫലം ഉണ്ടായത് വേണമെങ്കിൽ ഒരു തരത്തിൽ ഒരു വോട്ട് കട്ടറായൊക്കെ നിന്നുകൊണ്ട് ഒരു വിഭാഗത്തെങ്കിലും സ്വാധീനിക്കാൻ കഴിഞ്ഞത് ജൻ സുരാജ് പാർട്ടിക്ക് ചിലപ്പോൾ അനുകൂലമായി. അവർക്ക് വിജയിക്കാനൊന്നും കഴിഞ്ഞെന്നിരിക്കില്ല, പക്ഷേ അവർ ചോർത്തുന്ന വോട്ട് അതിന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷം മാത്രമേ കഴിയൂ. അവർ 4-5% വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം നമ്മൾ കണ്ടു 37.34 37.13 കേവലം 0.25 1/4% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടത് എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഭരണം കിട്ടിയ പാർട്ടിക്ക് 0.25% മാത്രമാണ് അധിക വോട്ട് കിട്ടിയതെന്ന് ആലോചിക്കണം.
അപ്പോൾ 1, 2 അല്ലെങ്കിൽ 4, 5% വോട്ട് ഈ ജൻസുരാജ് പാർട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അധികാരത്തിനെതിരെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് 5% വോട്ട് ജൻസുരാജ് പാർട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഈ മഹാഗഡ്ബന്ധിന്റെ വോട്ട് ബാങ്കിൽ തന്നെയാവും ഇത് ബാധിച്ചിട്ടുണ്ടാവുക. സംശയമില്ല കിരൺ. എന്തായാലും ഒരു ഈ സഖ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ, പക്ഷെ അത് സാധ്യമാവുന്ന കാര്യമല്ലായിരുന്നു. കാരണം ഈ മഹാഗഡ്ബന്ധനിൽ തന്നെ RJDയും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.